വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അഴുമ മിസ് ആണ്. അപ്പൊ മിസ്സും ഇന്നും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ അല്ലെ ഒരു കഥ പോലെ കേട്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ ചിത്രം എന്നുള്ളത് അറിയാലോ അല്ലെ. എന്താ ഈ കാണുന്ന ചിത്രം എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ഗ്ലോബാണ്. അപ്പൊ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു മാതൃക അല്ലെങ്കിൽ ത്രിമാന മാതൃക എന്ന് പറയും. അപ്പൊ നമുക്ക് ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളെയും അല്ലെ ഈ ഗ്ലോബ് ഉപയോഗിച്ച് നമുക്ക് കാണാം. അപ്പൊ ഈ ഗ്ലോബിന്റെ ഷേപ്പ് ഏതാന്ന് ചോദിച്ചാൽ അല്ലെ നിങ്ങൾ എല്ലാവരും പറയും എന്താണ്? റൗണ്ട് ഷേപ്പാണ്. കാരണം നമ്മുടെ ഭൂമി എങ്ങനെ ഇരിക്കുന്നേ? റൗണ്ട് ഷേപ്പിലാണ്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്നാൽ പണ്ട് കാലങ്ങളിൽ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണെന്നാണ്. കാരണം എന്താ? നമുക്ക് നോക്കുന്ന സമയത്ത് അല്ലെ അങ്ങനെയാണ് നമ്മുടെ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പൊ അന്നത്തെ ആളുകൾ തീരെ കാര്യങ്ങളെ ഒന്നും കുറിച്ച് അധികം അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും എന്താ വിശ്വസിച്ചിരുന്നത്? ഭൂമിയുടെ ആകൃതി പരന്ന് കിടക്കുകയാണെന്ന്. നിങ്ങളിതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിനൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ദൈവത്തെ ധിക്കരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ല, ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് സ്വന്തം അഭിപ്രായത്തിലൂടെ അല്ലെ, ഒരു അഭിപ്രായം മാത്രമായിട്ടല്ല അല്ലെ, അത് സ്വന്തം ജീവിതത്തിലൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയുടെ കഥയാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് മഗല്ലൻ. മഗല്ലന്റെ ആ യാത്രയിലൂടെയാണ് ഭൂമി ഉരുണ്ടതാണെന്നുള്ള സത്യം എല്ലാവർക്കും വിശ്വാസമായത്. അപ്പൊ എന്താണ് ആ നാവികന്റെ പേരെന്നറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് ഫെർഡിനാൻഡ് മഗല്ലൻ. അപ്പൊ മഗല്ലനും കൂട്ടരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഒരേ ദിശയിലാണ് അവര് സഞ്ചരിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു നോക്കണേ, ഇവര് യാത്ര തുടങ്ങിയതല്ലേ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒന്നുമല്ല, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്കാണ് ഇവര് ആരംഭം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആരംഭം എന്ന് പറയുന്നത് അല്ലെ, ഈ യാത്ര ആരംഭിച്ച സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയ യാത്രയൊന്നും അല്ല. അങ്ങനെ ഇവർ യാത്ര പുറപ്പെട്ടു. വളരെ പതുക്കെ അവർ യാത്ര തുടർന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഇവരെവിടെയാണോ യാത്ര തുടങ്ങിയത് ആ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവർ തിരിച്ചെത്തി. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല കേട്ടോ എത്തിയത്, വർഷങ്ങൾ കൊണ്ട് ഒരേ ദിശയിൽ സഞ്ചരിച്ച് അവരെന്ത് ചെയ്തു? എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തി. Some sailors had long ago realized that the earth was round. Ferdinand Magellan was the first among them. Magellan and his colleagues set off on a voyage on a sailboat. They traveled throughout the same direction. The voyage was very slow. After some years, the sailboat ended up the same place where it started the voyage. അപ്പോൾ ഇതാണ് നമ്മുടെ മെഗല്ലന്റെ യാത്ര എന്ന് പറയുന്നത്. നോക്കിക്ക്, ഇങ്ങനെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ ഇതാണ് മെഗല്ലനും അദ്ദേഹം സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ വിക്ടോറിയ കപ്പലും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, പരന്ന ഷേപ്പാണെങ്കിൽ അല്ലെ ഒരേ ദിശയിൽ അങ്ങ് പോവുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും അല്ലേ എത്തുക? ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണെങ്കിൽ മാത്രമേ അല്ലേ എവിടെയാണോ യാത്ര തുടങ്ങിയത് ഒരേ ദിശയിൽ സഞ്ചരിച്ച് തിരിച്ചെത്തണമെങ്കിൽ അത് ഷേപ്പ് എന്തായിരിക്കണം? റൗണ്ട് ആയിരിക്കണം. അങ്ങനെയാണ് ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണെന്ന് അവര് കണ്ടെത്തുന്നത്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അപ്പൊ ഈ ഒരു മെഗല്ലന്റെ കഥ എല്ലാവരും ഓർത്ത് വെക്കുക. ഭൂമിയുടെ ആകൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ടും എഴുതുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.